അപ്പോൾ നമ്മുടെ കേരള PSC നടത്തുന്ന കേരള PSCൻ്റെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഫേസ് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഫേസിലേക്കുള്ള എക്സാമിനേഷൻ നടക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു കാര്യം നമുക്ക് PSCൻ്റെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കേരള PSCൻ്റെ വെബ്സൈറ്റിലാണ്. സോ ഇതിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത് 24-ാം തീയതി ആയിരുന്നു നമുക്ക് 24th നമുക്ക് പ്രിലിംസ് ഉണ്ടായിരുന്നത്, അതായത് ഡിഗ്രി ലെവൽ PSC പ്രിലിംസ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 25-ാം തീയതി നമുക്ക് എന്തുണ്ടായിരുന്നു, 25th നമുക്ക് 25th നമ്മുടെ UPSCൻ്റെ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷനും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട്, അതായത് ആ പരീക്ഷ പിറ്റേ ദിവസം ഉള്ളത് കൊണ്ട് തന്നെ ചിലവർക്ക് കുറച്ച് ദൂരെയായിരിക്കും പരീക്ഷാ സെൻറ്റർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകേണ്ടതായിട്ടൊക്കെ വരും. അതുകൊണ്ട് പ്രിലിമിനറി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് എന്തുണ്ട്, PSC രണ്ടാമതും എഴുതാനുള്ള അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ നമ്മുടെ UPSC ചാനലിൽ, വാട്സപ്പ് ചാനലിലൊക്കെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല അഭിപ്രായമുള്ളവരും ഉണ്ടായിരുന്നു. എക്സാം എളുപ്പമാണ് അങ്ങനെയൊക്കെ ഓരോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു എക്സാം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് PSC അവരുടെ സൈറ്റിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുറച്ചധികം കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എപ്പോഴാണ് ഇതിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് നമ്മുടെ കോർ എയിം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 24/5/2025 തീയതിയിൽ നടക്കുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമും അതുപോലെ തന്നെ 25/5/2025 ഞാൻ പറഞ്ഞതുപോലെ തന്നെ തീയതിയിൽ UPSC നടത്തുന്ന സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമും വ്യത്യസ്ത ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചു കിട്ടിയ ഉദ്യോഗാർത്ഥികളിൽ 24/5/2025 തീയതിയിലെ കേരള PSC നടത്തുന്ന പരീക്ഷ എഴുതുവാൻ കഴിയാത്തവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയാൽ 28, ഇവിടെയാണ് നമ്മുടെ കീ പോയിന്റ് എന്ന് പറയുന്നത്, 28/6/2025 നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ അവസരം നൽകുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് UPSC എഴുതിയവർക്ക് അതിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് സെയിം ജില്ലയിലുള്ളവർക്ക് പറ്റില്ലായിരുന്നു. അതായത് നിങ്ങൾക്കിപ്പോൾ കോഴിക്കോടാണ് നിങ്ങളുടെ സിവിൽ സർവീസ് പരീക്ഷ, അതുപോലെ തന്നെ നിങ്ങൾ കോഴിക്കോട് ജില്ലക്കാരാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോഴിക്കോട് തന്നെയായിരിക്കും എക്സാം സെൻറ്റർ കിട്ടുന്ന PSCൻ്റെ. അങ്ങനെയുള്ളവർക്ക് പറ്റില്ല. ഇനി ദൂരത്തേക്കെല്ലാം പോയിട്ട് നിങ്ങൾ ആ ഒരു സിനാരിയോ എന്തായാലും അത് ഇനി നടക്കില്ല. അതുകൊണ്ട് അതിലേക്ക് അധികം പറയുന്നില്ല. നമ്മുടെ മെയിൻ കോർ എയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഡിഗ്രി ലെവൽ ഫേസ് 2 എക്സാമിനേഷൻ, അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ നടക്കുന്നത് 28/6, അതായത് ജൂൺ മാസം 28-ാം തീയതിയാണ്. ഇതാണ് മെയിനായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. സോ 28-ാം തീയതി ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. സോ നല്ല രീതിയിൽ പഠിക്കുക. കഴിഞ്ഞ തവണത്തെ, അതായത് 24-ാം തീയതി, കഴിഞ്ഞ മാസം 24-ാം തീയതി കഴിഞ്ഞിട്ടുള്ള എക്സാമിലൂടെ നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻ എങ്ങനെ വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതുപോലെ ആയിരിക്കില്ല വരുന്നത്, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എത്ര പേര് എത്രത്തോളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കി നമ്മൾ എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. 28-ാം തീയതിയാണ്, 28/6/2025 നമ്മുടെ സെക്കൻഡ് ഫേസ് ഓഫ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ PSC നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്.